ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ മുഴങ്ങിക്കേട്ട ആറാമത്തെ വചനം, എല്ലാം പൂർത്തിയായി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഉടൻ തന്നെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഈശോ വിജയശ്രീലാളിതനായി വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും പെട്ടെന്നുണ്ടായ സംഭവമായിരുന്നില്ല, മറിച്ച് കാലാകാലങ്ങളിലായി പ്രവാചകന്മാർ വഴി ഇക്കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം മുഴുവനും പ്രതിപാദിച്ചിരിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റിയാണ്. 5-ാം വാക്യം പറയുന്നത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി എന്നാണ്. ആദവും ഹവ്വായും മുതൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സകല ജനപദങ്ങളുടെയും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലുമുള്ള സകല പാപങ്ങൾക്കും പരിഹാരമായി ഈശോയുടെ ശരീരം ഒഴുകുചാല് പോലെ ഉഴുതുമറിക്കണമെന്നത് ദൈവപിതാവിൻ്റെ അനാദി യോജനയായിരുന്നു. ഇസ്രായേൽ ജനത അഥവാ യഹൂദർ പലപ്പോഴും പല രാജ്യങ്ങളുടെയും അടിമകളായിരുന്നു. എന്നാൽ തെറ്റ് ചെയ്യുന്നവരെയെല്ലാം കുരിശിൽ തറച്ചു കൊല്ലുന്ന ശിക്ഷാരീതി നടപ്പിലാക്കിയിരുന്ന റോമാക്കാർ യഹൂദരെ അടിമകളാക്കി വച്ചിരുന്ന സമയത്താണ് ഈശോ ഒരു യഹൂദനായി ജനിച്ചതും കുരിശിൽ മരിച്ചത്. കാരണം മരത്താൽ വന്നു ചേർന്ന പാപത്തിൻ്റെ കടം മരത്താൽ തന്നെ വീട്ടേണ്ടിയിരുന്നു. യൂദാസോ പീലാത്തോസോ പുരോഹിത പ്രമുഖന്മാരോ ആരും ഈശോയെ മരണത്തിലേക്ക് തള്ളിവിട്ടില്ല, മറിച്ച് ഈശോ സ്വയം മരണത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സ്ത്രീയെ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ ഈശോ 12-ാം അധ്യായത്തിൽ, അതായത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് തൻ്റെ മരണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ലാസറിൻ്റെ സഹോദരി മറിയം സുഗന്ധതൈലത്താൽ തൻ്റെ പാദങ്ങൾ കഴുകിയപ്പോൾ ഈശോ പറഞ്ഞത്, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇവൾ ഇത് ചെയ്യുന്നു എന്നാണ്. കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് തൻ്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശാൻ സമയം കിട്ടില്ല എന്ന് ഈശോ അറിഞ്ഞിരുന്നു. പിന്നീട് തിടുക്കത്തിൽ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ച് നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അറവുശാലയിലേക്ക് കടന്നു ചെല്ലുന്ന ആടിനെ പോലെ ഈശോ സ്വയം ജെറുസലേമിലേക്ക്, ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ശത്രുക്കൾ ചെയ്യാത്ത കുറ്റങ്ങൾ തൻ്റെ മേൽ ആരോപിച്ചപ്പോൾ അവിടുന്ന് മൗനം പാലിച്ചു. പീലാത്തോസ്, നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോഴും അവിടുന്ന് ഒന്നും ഉരിയാടിയില്ല. കാരണം മനുഷ്യമക്കളുടെ സകല പാപങ്ങളും സ്വയം ഏറ്റെടുത്ത് നമുക്ക് പകരമായിട്ടാണ്, നമ്മുടെ പകരക്കാരനായിട്ടാണ് ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നത്. നമുക്ക് പകരം കുറ്റക്കാരനായി നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായി ചിന്തിയ ശേഷം ഈശോ പറയുകയാണ്, എല്ലാം പൂർത്തിയായി. പ്രിയമുള്ളവരെ, ഈശോ സ്വയം മരണം ഏറ്റുവാങ്ങിയത് നമ്മെ രക്ഷിക്കാനാണ്. പൊടിഞ്ഞു അപ്പമായി മാറിയത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഓരോ ദിവസവും ദിവ്യബലിക്കായി അണയുമ്പോൾ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയാണ് ഈ അൾത്താരകളിലും അർപ്പിക്കപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയണം. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ഓരോ ദിവസവും ബലിപീഠത്തിൽ മുറിക്കപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ അനുതാപത്തോടും എളിമയോടും കരയില്ലാത്ത ഹൃദയത്തോടും കൂടെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോ നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാം. അതിനായി നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.